നമസ്കാരം. ജീനിയസ് ജംഗ്ഷൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കമ്പനി ബോർഡ് LGSുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ പാർട്ടായിട്ടായിരിക്കും വീഡിയോ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 170/2024. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഈ ഒരു വ്യവസ്ഥ നടപ്പിലാക്കിയത് ലോർഡ് കോൺവാലിസ് ആണ്. അടുത്തത് റേറ്റ് വാലി ഭൂനികുതി വ്യവസ്ഥ. ദക്ഷിണേന്ത്യയിലാണ് പ്രധാനമായും ബ്രിട്ടീഷുകാർ ഈ ഒരു നികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. അതുപോലെ നികുതി കർഷകരിൽ നിന്ന് നേരിട്ടാണ് പിരിക്കുന്നത്. മറ്റൊരു ഭൂനികുതി വ്യവസ്ഥയാണ് മഹൽവാരി ഭൂനികുതി വ്യവസ്ഥ. വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലാണ് മഹൽവാരി വ്യവസ്ഥ നിലനിന്നിരുന്നത്. നികുതി പിരിക്കുന്നത് അവിടുത്തെ ഗ്രാമത്തലവനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി. ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടുപോയിരുന്നു. ശമ്പളമായും സമ്മാനമായും നികുതിയായുമായിരുന്നു ഈ സാമ്പത്തിക ചോർച്ച. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഈ ചോർച്ചയാണെന്ന് ദാദാഭായ് നവറോജി ഇതിലൂടെ സമർത്ഥിച്ചിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയത് 1848 ദത്തവകാശ നിരോധന നയപ്രകാരം ആദ്യം പിടിച്ചെടുത്ത നാട്ടുരാജ്യം സത്താറയാണ്. അതുപോലെ ദത്തവകാശ നിരോധന പ്രകാരം അവസാനം കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം എന്നത് ഔധുമാണ്. 1856 ദത്തവകാശ നിരോധന നയം പിൻവലിച്ചത് കാനിങ് പ്രഭുവാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയെ ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി. 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. മറ്റു പ്രദേശങ്ങളിലെ നേതാക്കൾ ആരാണെന്ന് നോക്കാം. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ, അതുപോലെ ബക്ത് ഖാനുമാണ്. ഗ്വാളിയാർ, ഝാൻസി, ബുദ്ദേൽഗഡ് എന്നിവിടങ്ങളിൽ റാണി ലക്ഷ്മിബായ്. ആഗ്ര, ലക്നൌ, ഔധ് എന്നിവിടങ്ങളിൽ ബീഗം ഹസ്രത്ത് മഹൽ. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ജഗദീഷ്പൂർ, ആര, ബീഹാർ എന്നിവിടങ്ങളിൽ കൻവർ സിംഗ്. ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ. മീററ്റിൽ കദം സിംഗ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ലാഹോർ. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ്. ഈ ഒരു സമ്മേളനത്തിൽ വച്ചാണ് പൂർണ്ണ സ്വരാജ്യ പ്രഖ്യാപനം നടത്തുന്നതും. അങ്ങനെ 1929 ഡിസംബർ 31 അർദ്ധരാത്രിക്ക് ശേഷം ജനങ്ങളുടെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി ജവഹർലാൽ നെഹ്റു രവി നദിയുടെ തീരത്ത് ദേശീയ പതാക ഉയർത്തി. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ. ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖം വേണമെന്ന് നിർദ്ദേശിച്ചത് BN റാവു ആണ്. ആമുഖത്തിന്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് ആമുഖമായി മാറുന്നത്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13 എന്നാൽ ഇത് അംഗീകരിച്ചതാവട്ടെ തൊട്ടടുത്ത വർഷം 1947 ജനുവരി 22. ആമുഖം എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നുമാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി. റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് ഫ്രാൻസിൽ നിന്നുമാണ്. അടുത്ത പാർട്ട് ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു.